ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഔട്ടാണ്. ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്ത എന്നാൽ ഫൺ ഫീൽഡ് ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ഔട്ട് എന്ന് തന്നെ പറയാം. നമ്മൾ ഫ്രണ്ട്സും നമ്മുടെ കുട്ടീസും ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പുള്ളാണ്. റീൽസിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള താമരപ്പാടമൊക്കെ ഉള്ള ആ ഒരു സ്പേസ് കാണാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. പക്ഷെ താമരയൊന്നും അധികം കാണാൻ പറ്റിയില്ല, ഒന്നോ രണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും നമ്മൾ ചെന്നിരിക്കേണ്ട സ്ഥലം അത്. പുഴയും പാടമൊക്കെ കണ്ടു വളർന്ന എനിക്ക് തന്നെ ഇത്രയും അമേസ്മെന്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നവരുടെ അവസ്ഥ പറയാനില്ലല്ലോ. റോഡിന് ഇരുവശത്തായിട്ട് പാടവും പുഴയൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്പേസ് തന്നെയാണത്. പ്രകൃതി ഭംഗി ആസ്വദിക്കൽ മാത്രമല്ല കേട്ടോ, ബോട്ടിങ്ങും ഉണ്ട്. ഒപ്പം തൊട്ടടുത്ത് തന്നെ നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന കള്ള് ഷാപ്പുണ്ട്. കള്ള് ഷാപ്പിൽ കയറാനായിട്ട് സാധിച്ചതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കള്ള് ഷാപ്പിൽ കള്ള് കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫുഡ് കഴിക്കാനാണ് ആളുകൾ ഇപ്പോൾ വരുന്നത്. ബിരിയാണി, ചോറ്, കപ്പ, മീൻ, കൂന്തൽ, ചെമ്മീൻ, ഞണ്ട്, ബീഫ്, ചിക്കൻ, മട്ടൺ തുടങ്ങി വൈഡ് റേഞ്ച് ഓഫ് ഡിഷസ് നമുക്ക് അവിടെ പോയാൽ കിട്ടും. ഞാൻ ആദ്യമൊക്കെ കരുതിയിരുന്നത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡായിരിക്കും ഷാപ്പുകളിൽ നിന്ന് കിട്ടാന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് മോഡറേറ്റ് ലെവലിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ തന്നെയാണ്. അവിടെ പുഴവക്കത്ത് നല്ല ആംബിയൻസിൽ നല്ല വ്യൂ ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ ഞങ്ങൾ ചെന്നത് നട്ടുച്ച നേരത്തായതുകൊണ്ട് അവിടെ ഇരുന്നില്ല, നല്ല വെയിലായിരുന്നു. ഉച്ചനേരമാണെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് വീശും. പകൽ സമയത്ത്, അതും ഉച്ച സമയത്ത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ ഈവനിങ് വൈബ് പിന്നെ പറയാനുണ്ടോ. ആ സൺസെറ്റ് സമയത്തൊക്കെയാണ് ശരിക്കും നമ്മളിവിടെ വരേണ്ടത്. പാരൻസിനും കുട്ടീസിനൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസാണ്. ഇഫ് ഐ എം നോട്ട് റോങ്, വാടാനപ്പള്ളി റൂട്ടിൽ മനക്കുടി എന്ന് പറഞ്ഞ പ്ലേസിലാണ് ഈ പുള്ളുപാടം സ്ഥിതി ചെയ്യുന്നത്. പോട്ട് അറിയില്ല എന്നാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ചതിക്കാത്തിടത്തോളം കറക്റ്റായിട്ട് നമുക്ക് അവിടെ എത്തിപ്പെടാം. ഈ മഴക്കാലം തുടങ്ങുന്നത് മുമ്പേ തന്നെ അങ്ങോട്ട് പോയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നു. മഴയത്ത് ട്രാവൽ ചെയ്യാനൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിലും കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അത്ര റിസ്ക് എടുക്കാതിരിക്കുന്നതാവും നല്ലത്. പേഴ്സണലി മഴയത്ത് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതിപ്പോൾ വണ്ടിയിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു കുടയെടുത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങുക, പുഴവക്കത്ത് പോവുക, പാടത്ത് പോവുക, അതൊക്കെ ഈ മഴക്കാലം ആകുമ്പോൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളും കൂടി ആയിരുന്നു. എൻ്റെ വീട്ടിൽ പോകുമ്പോഴേ അതൊക്കെ സാധിക്കുള്ളൂ. എങ്കിൽ പോലും കുട്ടികളൊക്കെ ഒരുവിധം വലുതാകുന്നത് വരെ ഈ മഴയത്തിറങ്ങുന്നതും വെള്ളത്തിക്കടിയൊക്കെ നമുക്കൊരു ട്രോമ തന്നെയായിരിക്കും. പക്ഷെ അതിനർത്ഥം മഴയത്തും വെയിലത്തും മണ്ണിലൊന്നും ഇറക്കാതെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വളർത്തണം എന്നുള്ളതല്ല. മഴ പെയ്യുമ്പോൾ നമ്മളെ മുറ്റത്തിറങ്ങി കളിക്കുന്ന പോലെയല്ലല്ലോ പുഴയിലും പാടത്തൊക്കെ പോയിട്ടുള്ള കളി. അപ്പോൾ എന്തായാലും ഒരു സേഫ്റ്റി മെഷർ വേണമെന്ന് മാത്രം. കാരണം ഒരു സ്നീസിങ് ആണെങ്കിൽ പോലും നമ്മളെക്കാൾ ഡബിൾ എഫേർട്ട് അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടേണ്ടി വരും. ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് പുഴയിൽ ഇറങ്ങിയിട്ടുള്ള അപകടങ്ങൾ നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെയാണ് നല്ലത്. നമ്മുടെ പ്രകൃതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. വെള്ളച്ചാട്ടം, പുഴ, പാടം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്കറിയാം. വെള്ളം ഉള്ളപ്പോഴാണ് കാണാൻ അതിനൊരു പ്രത്യേക ഭംഗിയും ഉണ്ടാവുക. അതിനർത്ഥം കോരിച്ചൊരിയുന്ന മഴയിൽ തന്നെ പോയി കാണണം എന്നല്ലല്ലോ. അതൊക്കെ ഒന്ന് സാവധാനം കുറഞ്ഞിട്ട് അപ്പോഴേ നമുക്ക് എൻജോയ് ചെയ്യാം. അതിനിടയിൽ ചാടിക്കയറി കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് സേഫ് അല്ലാണ്ടാവുക. നമ്മുടെ ലൈഫിന് കുറച്ചെങ്കിലും പ്രയോറിറ്റി കൊടുത്തിട്ട് സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് എൻജോയ്മെൻറ്റിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ചിലർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ പാലത്തിൻ്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് എടുത്ത് ചാടുക, വെള്ളച്ചാട്ടത്തിലേക്ക് കുതിച്ച് ചാടുക, അങ്ങനത്തെ പരിപാടികൾ. അതൊക്കെ ആ ഒരു സെക്കൻഡിലേക്കുള്ള ഫാൻറ്റസി മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് സെക്കൻഡ് അതൊരു ആക്സിഡൻ്റ് ആവാം, ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സേഫ്റ്റി പ്രയോറിറ്റൈസ് ചെയ്യുക, ദെൻ എൻജോയ്മെൻറ്റിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് എൻജോയ്.